എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പഴം പ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നേന്ത്രപ്പഴം പ്രഥമൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 250 ഗ്രാം വൃത്തിയാക്കിയിട്ട് 250 ഗ്രാമോളം ഉണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങി അതിൻ്റെ കുരും നാരും ഒക്കെ കളഞ്ഞിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ പഴം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പഴുക്കാത്ത പഴമായിട്ട് എടുക്കരുത്. ഒരുവിധം പഴുത്ത പഴം എടുക്കണം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ പായസത്തിലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ തീരെ പഴുക്കാത്തതും പറ്റില്ല, ഒരുപാട് പഴുത്താൻ പറ്റില്ല. അതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന രീതിയിലുള്ള പഴമായിരിക്കണം എടുക്കേണ്ടത്. ഞാനപ്പോൾ ഈ ഒരു പാകത്തിനുള്ളത് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തൊണ്ട് കണ്ടില്ലേ, ഈ ഒരു മഞ്ഞ അങ്ങനത്തെ ഒരു പഴമാണ് എടുത്തത്. നല്ല മധുരമുള്ള പഴാട്ടോ അത്. അപ്പോൾ ഇതുപോലത്തെ ഈ സൈസിലുള്ള പഴമാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു തീരെ ചെറുതുമല്ല എന്ന് ഒരുപാട് വലുത് മീഡിയം അല്ല എന്ന് പറയാനും പറ്റില്ല, ആ ഒരു ഇടയിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 5 പഴം ഞാൻ എടുത്തിട്ടാണ് ഈ 250 ഗ്രാം ക്ലീൻ ചെയ്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയുള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 പഴമെങ്കിലും എടുക്കണം. അതല്ല ഇതിലും വലുതാണെങ്കിൽ ഒരു 3 പഴം വരെ എടുത്താൽ മതി. ഇതിനേക്കാട്ടിലും ചെറിയ പഴമാണെങ്കിൽ ഒരു 6-7 പഴമെങ്കിലും എടുക്കേണ്ടി വരും. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് 50 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴത്തിന് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിന് നന്നായിട്ട് വരട്ടി അതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ശരിക്കും വറ്റിയതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാനി ചേർക്കുള്ളൂ. ശർക്കരപ്പാനി ചേർത്തിട്ട് ശർക്കരപ്പാനിയിലും കിടന്നിട്ട് ഇതിനെ വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ ഇതിനൊരു കൃത്യമായിട്ടൊരു ശർക്കരയുടെ അളവ് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ഏകദേശം അളവ് വെച്ചിട്ട് ഞാൻ പറയാം. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ചേർക്കണേൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കണേൻ്റെ അളവ് ഞാൻ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇതിനാദ്യം നമുക്കൊന്ന് ഇത്തിരി നേരം വരട്ടിയിടുക. അപ്പോൾ ഈ പഴത്തിൻ്റെ വെള്ളം ഒന്ന് വറ്റണ വരെ വരട്ടിയാൽ മതി. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. ഇത് കരിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അങ്ങനെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും, ഒരു വെള്ളമുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ അതുപോലെ നല്ല നൈസായിട്ട് ഉണ്ടയിട്ട് വരും. ആ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം പഴത്തിന് 125 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരത്തിൽ കഴിക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ മാക്സിമം 250 ഗ്രാമിന് ഒരു 175 ഗ്രാം വരെ ശർക്കര എടുത്താൽ മതി. കാരണം നമ്മൾ മറ്റുള്ള പായസം ഉണ്ടാക്കണതിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന്. ഇത് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് തന്നെ മധുരമുള്ളതാണ്. അപ്പോൾ ചെറുപയർ പരിപ്പായാലും ഗോതമ്പായാലും അതിലൊന്നും മധുരം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇരട്ടി അളവിലാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. പക്ഷേ ഇതിന് നേരെ പകുതി അളവിലാണ് ചേർക്കുന്നത്. ഞാനപ്പോൾ ഇവിടെ 125 ഗ്രാമാണ് ശർക്കര എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ ഇനി ശർക്കരയിൽ ഇട്ടിട്ട് ഒന്ന് വരട്ടിയിടണം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ പഴവും ശർക്കരയും ചേർത്ത് വഴറ്റിയിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനൊരു 25 ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 150 ഗ്രാം ആട്ടോ. അപ്പോൾ ഒരു മീഡിയം മധുരമാണ് ഈ 150 ഗ്രാമിൽ ഉണ്ടാവുള്ളൂ. നോർമൽ അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 175-200 ഗ്രാം വരെ 250 ഗ്രാം പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതൽ തുല്യ അളവിൽ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം തുല്യ അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിപ്പോവും. അപ്പോൾ ഇതാ ഈ രീതിയിൽ വരട്ടിയെടുക്കണം. നമ്മളിങ്ങനെ നീക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഉരുളി ഇങ്ങനെ കാണുന്ന രീതിയിൽ വരട്ടിയെടുക്കണം പഴത്തിനെ. ഇതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ 3-ാം പാൽ ഒഴിക്കണില്ല, 2-ാം പാലും 3-ാം പാലും കൂടി ഒരുമിച്ചാണ് ഒഴിച്ചു കൊടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കപ്പ് 2-ാം പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. 2-ാം പാലും 3-ാം പാലും കൂടി ഒരുമിച്ച്. ശരിക്കും ട്രഡീഷണലി ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക്. ഇതിനെ വച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത്രയും നേരം ഞാൻ ലോ ഫ്ലെയിമിലാട്ടോ വച്ചിരുന്നത്. അത് വരട്ടുമ്പോൾ അത് അടുക്കി പിടിക്കാറ്, മറ്റുള്ള ഇതുപോലെയല്ല, പഴം പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പഴവും ശർക്കരപ്പാനിയും വരട്ടണതിൻ്റെ ഇടയിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് എന്താ പറയുക
വരട്ടിയിടുക. അപ്പോൾ ഈ പാലിലുള്ള വെള്ളം വറ്റി ഒന്ന് കുറുകി വരണം, അതുവരെ ഇതിനെ വരട്ടണം. ഈ മൊത്തം 5 കപ്പ് പാല് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 5 or 6 കപ്പ് എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കാരണം നമ്മൾ 3-ാം പാല് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ശരിക്കും ട്രഡീഷണലി ഉണ്ടാക്കുമ്പോൾ ഈ 3-ാം പാല് ചേർത്ത് വറ്റിച്ചതിന് ശേഷമാണ് 2-ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള രീതി അങ്ങനെയാണ്. പക്ഷെ നമ്മളിവിടെ പാലങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ്, എന്നുവെച്ചാൽ ഒരു 1-ാം പാലെടുത്ത് 2-ാം പാലെടുക്കുമ്പോഴേക്കും തന്നെ ശരിക്കും അതിൽ നിന്നുള്ളത് മുഴുവൻ പോരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനി ഇതിനകത്ത് കിടന്നിട്ട് ഇതിനെ ശരിക്കും ഒന്ന് നമ്മളൊന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റുക, എന്നിട്ട് നന്നായിട്ട് കുറുക്കിയിടുക. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാബുദാന വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ആ ശർക്കര അരിച്ച അരിപ്പ് ഇതിൻ്റെ മീതയ്ക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം വീണിട്ടാണ് ശർക്കരയുടെ കളറാണ് ഇതിനകത്തായിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 4 ടേബിൾ സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ വേവിച്ച സാബുദാനയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ തന്നെ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുദാനയിലും കൂടി മധുരമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു അളവിന് 4 ടേബിൾ സ്പൂൺ മതിയാകും. കൂടുതൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം ഒരുപാട് കുറുകിപ്പോകും കേട്ടോ. സാബുദാന അങ്ങനെ എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ കപ്പയാണല്ലോ, അപ്പോൾ അതിന് നല്ല കൊഴുപ്പുണ്ട്, അപ്പോൾ അത് പെട്ടെന്ന് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂണിൽ കൂടുതൽ വേണം. ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ച് നല്ലോണം കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ 2-ാം പാലും 3-ാം പാലും കൂടി ഒന്നിച്ചാണല്ലോ ഞാൻ ചേർത്തത്. അത് ചേർത്തതായി ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3-ാം പാലിനെ ഒഴിവാക്കിയിട്ട് 4 കപ്പ് 2-ാം പാല് ചേർത്ത് കൊടുത്താൽ മതി. 6 കപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും പായസം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ, അതായത് ഇതാ നോക്കിക്കുക, ചട്ടകത്തുമേന്ന് ഇതാ ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകത്തിന് 1-ാം പാല് ചേർത്ത് കൊടുക്കാൻ പോകും. ഇനിയും ഇത് നമ്മൾ കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചൂടാറുമ്പോഴേക്കും നല്ലതായിട്ട് കുറുകിപ്പോവും. പിന്നെ ഈ പായസത്തിൻ്റെ പ്രത്യേകത മറ്റുള്ള പായസത്തിൽ നിന്ന് വിട്ടിട്ട് ഇതിനകത്ത് നമുക്കിങ്ങനെ കടിക്കാനായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം എന്നുള്ളവർ മാത്രം ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി നുറുക്കിയിട്ട് നെയ്യിൽ വറുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ അതിങ്ങനെ കടിക്കുമ്പോൾ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നു മാത്രമേ ഉള്ളൂ. പായസം ഇങ്ങനെ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. അത് വേണ്ടാത്തവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കാഷ്യൂ, കിസ്മിസ്, നാളികേരക്കൊത്തൊക്കെ വറുത്ത് ചേർക്കുന്നുണ്ട്, അത് മാത്രം മതിയാകും. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് ഇതിലേക്ക് ഒരു 1.5 കപ്പ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പായസത്തിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയുടെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല ഡാർക്ക് കളർ ശർക്കരയാണെങ്കിൽ പായസത്തിന് നല്ലൊരു ബ്രൗണിഷ് കളറിൽ കിട്ടും. 1-ാം പാല് ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കേണ്ട, എങ്കിലും പാലിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി. അതിന് ഇറക്കണതിന് മുന്നായിട്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കണ എന്താ പറയുക, ചുക്ക്, ജീരകം, ഏലക്ക അത് ചേർത്ത് കൊടുക്കുക. ഞാൻ അതെല്ലാം കൂടിയും ഒരുമിച്ചായിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. എല്ലാം തുല്യ അളവിൽ എടുത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്നും കൂടി ഇരുന്ന് കുറുകി വരും, അതുകൊണ്ട് ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. നെയ്യിലേക്ക് ഞാൻ നാളികേരക്കൊത്താണ് ആദ്യം ചേർത്ത് കൊടുത്തേക്കണം. നാളികേരക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ തയ്യാറാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും ആ പഴത്തിൻ്റെ ഒരു സ്മെല്ല് ആ പായസത്തിന് ഉണ്ടാവില്ല. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് പഴം പ്രഥമൻ, ചക്കപ്രഥമൻ എന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും. ചിലവർക്കത് ഇഷ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പഴത്തിൻ്റെ ആ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറേ പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ട് ഒഴിവാക്കി കളഞ്ഞേക്കണ ഒരു ഐറ്റമായിരുന്നു. പിന്നീട് ഞാൻ തന്നെയാണ് ഇത് സ്മെല്ല് എങ്ങനെ ഇല്ലാണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ തന്നെ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി കണ്ടുപിടിച്ചെടുത്താണ്. അപ്പോൾ എപ്പോഴും ഒരുപാട് പഴുത്ത പഴം എടുക്കുമ്പോഴാണ് കൂടുതൽ മണം അതിനകത്ത് വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചേക്കണം പഴത്തിൻ്റെ. എന്നാൽ തീരെ പഴുപ്പ് കുറഞ്ഞ പഴം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിരസം ഉണ്ടാവും, അപ്പോൾ പായസം ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിലും ഇടയിൽ നിൽക്കുന്ന പഴമായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.